ഓക്കെ, കല്യാണി എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ സിനിമയാണല്ലോ, സോ അതിന് ഒരു ഇരട്ടി മധുരമാണ് എപ്പോഴും. പിന്നെ ജഗദീഷ് സാറിൻ്റെ കൂടെയും അസീസ്ക, പിന്നെ സൈച്ചൻ അച്ഛനായിട്ട് തന്നെ വരുമ്പോൾ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ശരിക്കും വീട്ടിൽ നിന്ന് മാറിയൊരു സിനിമ ലൊക്കേഷനിലേക്ക് പോയതായിട്ട് ഫീൽ ചെയ്യില്ലല്ലേ? എന്തായാലും അച്ഛനും അമ്മയൊക്കെ ചുറ്റും തന്നെയുണ്ട്, പ്രത്യേകിച്ച് ഒന്നും പുതിയൊരാളല്ല. ആ ഒരു എങ്ങനെയുണ്ടായിരുന്നു? ആദ്യം കാസ്റ്റ് ചെയ്യാൻ സൈച്ചൻ ആണ് നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, അയ്യോ എങ്ങനെയായിരിക്കും നമുക്കറിയില്ലല്ലോ. പക്ഷെ തുടങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. സത്യമായിട്ടും ഒരു കുടുംബം പോലെയായിരുന്നു എല്ലാം. കല്യാണിക്ക് ആ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ. ബിന്ദു പണിക്കർ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു പില്ലറാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അത്രയും ടാലന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ വഴിയെ തന്നെയാണ് സഞ്ചരിക്കുന്നതെന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാം. പിന്നെ സായ്കുമാറിന്റെ എന്താ പറയാ, ശിക്ഷണത്തിലല്ലേ വളരുന്നത്. അപ്പൊ കലാകുടുംബമാണ്. ആ കുടുംബത്തിന്റെ എല്ലാ പോസിറ്റീവ് എലിമെന്റ്സും കല്യാണിയിലുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവാർഡ് കിട്ടിയ പോലെ തന്നെയാണ് സത്യം. ഇത് എന്താ പറയാ, ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു ആർട്ടിസ്റ്റ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടത് കല്യാണി ഈ സീനിൽ അഭിനയിക്കാൻ നേരത്ത് സായ്കുമാറിൻ്റെ, ബിന്ദുവിൻ്റെ ഒക്കെ തന്നെ അവരുടെ ഇൻവോൾവ്മെൻറ്റ്, ഇൻ്റർഫിയറൻസ് എന്നല്ല ഞാൻ പറയുന്നത്, അവർ ഇടപെടുകയല്ല, അവരിതിൽ പൂർണ്ണമായിട്ടും ലയിച്ച് അവർ വേണ്ട ഒരു എന്താ സപ്പോർട്ട് കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പലപ്പോഴും കല്യാണിയുടെ ഒക്കെ പെർഫോമൻസ് കണ്ട് ബിന്ദുവും സായും മാറിയിരുന്ന് സന്തോഷിക്കുന്നതും അവരുടെ കണ്ണ് നിറയുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അവർ നേരിട്ട് അങ്ങനെ പുകഴ്ത്തൊന്നുമില്ല, യു ആർ ഗ്രേറ്റ് കല്യാണി എന്നുള്ള രീതിയിലൊന്നും അവർ അങ്ങനെ പറഞ്ഞു കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ കല്യാണിയുടെ പെർഫോമൻസിൽ വളരെ ഹാപ്പി ആണെന്നുള്ള. അതല്ലേ വേണ്ടത്. തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോഴേ അങ്ങ് അടിച്ചു പൊക്കാൻ പാടില്ല. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹാപ്പിയാണ്. കല്യാണി ഫസ്റ്റ് പടത്തിൽ തന്നെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു അവാർഡ് കിട്ടിയിട്ടൊക്കെ വിചാരിച്ചത് വളരെ സന്തോഷം. നമ്മള് നേരത്തെ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കല്യാണിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുക. എന്തായാലും സന്തോഷം. എന്തായാലും ഈ ഒരു മൊമെന്റിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾക്കും പറ്റിയല്ലോ.